ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡൈവർട്ടർ. നമ്മൾ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ത്രീ വേ മോഡൽ ഡൈവർട്ടറാണ്. അത് ജാഗ്വർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ, അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ MRP ജസ്റ്റ് അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 7000 രൂപയാണ് കമ്പനി പറയുന്നത്. നമുക്ക് എന്തായാലും ഡിസ്കൗണ്ട് കാര്യങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഇതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് അതിൻ്റെ ലിവർ കാര്യങ്ങൾ 2 ലിവറാണ് വരുന്നത്, മെയിനായിട്ട് വരുന്നത്. സാധാരണയേക്കാൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഓപ്ഷനാണ് പുറത്തേക്ക് വരുന്നത്. ചൂടുവെള്ളം, പച്ചവെള്ളം, പിന്നെ ഷവർ, മുന്നേ സ്പൗട്ട്, ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആയിട്ടാണ് ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. 3 ലെയർഡാണ്, ത്രീ വേ ഡൈവർട്ടർ എന്നാണ് കമ്പനി പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അത് ഡൈവർട്ടർ നമ്മൾ ബാത്റൂമിൽ ഉറപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സെയിം തന്നെയാണ് വരുന്നത്. ഡൈവേർട്ടറിൻ്റെ സിസ്റ്റം കണ്ടോ, അതായത് വെച്ചിരിക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ഓവർലാപ്പും കാര്യങ്ങളൊക്കെ വരും. അതായത് അതിൻ്റെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് അതിൻ്റെ സൈഡുകളിൽ നോക്കിയാൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൈഡുകളിൽ തന്നെ കറക്റ്റായിട്ട് സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സി എന്ന് കണ്ടാൽ ഈ സൈഡിൽ സി എന്ന് മാർക്ക് ചെയ്ത് കോൾഡ് വാട്ടർ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടൈൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടൈൽ ഫിനിഷിങ് സൈഡിൽ എത്ര വേണമെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ടൈൽ ഫിനിഷിങ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ലെവലിൽ വെച്ചില്ലെങ്കിൽ അവസാനം നമ്മൾ ഫിനിഷിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളൊന്നും ഇടാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കമ്പനി പറയുന്ന അതേ ലെവലിൽ തന്നെ നമുക്ക് വെക്കണം. പിന്നെ ഇത് വരുന്നത് ഷവറിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്. ഷവറിൻ്റെ ഏറ്റവും മുകളിലേക്ക് വരുന്നു. നേരെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ ഷവറിൻ്റെ 7 അടി ഹൈറ്റിലാണ് ഷവറിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത്. ഡൈവേർട്ടർ എപ്പോഴും വയ്ക്കേണ്ടത് 120 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം, അത് CL മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ആ കോൾഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്പൗട്ടാണ് ഉദ്ദേശിക്കുന്നത്. സ്പൗട്ടാണ് വരുന്നത്. ആ സ്പൗട്ട് നേരെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നതിന് ശേഷം നേരെ ഇപ്പുറത്തേക്ക് ഇടുന്നു. പിന്നെ ഇവിടെ ഹോട്ട് വാട്ടർ H എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ട് വാട്ടർ നമ്മുടെ ഹീറ്ററിൽ നിന്ന് വരുന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വാട്ടർ ഹീറ്റർ വേണമെങ്കിൽ വാട്ടർ ഹീറ്ററിൽ നിന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് സോളാറിലേക്ക് കൊടുക്കാം സംഭവം. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതിന് സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ ഇവിടെ വയ്ക്കാം. മുകളിൽ നിന്ന് വന്നിരിക്കുന്ന വീണ്ടും ഒരു ഹീറ്റർ കയറിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതായത് സോളാർ വാട്ടർ ഹീറ്റർ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിലും അകത്ത് നമ്മൾ ചെറിയൊരു വാട്ടർ ഹീറ്റർ വയ്ക്കാനും നല്ലതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാൻ താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPVC പൈപ്പുകളാണ്. ആദ്യമേ തന്നെ അതിൻ്റെ ലെവൽ കണ്ടു, ഫ്ലോറിൻ്റെ ലെവൽ കണ്ടുപിടിച്ചതിന് ശേഷം 75 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ സ്പൗട്ട് കൊടുത്തത്. 120 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ നമ്മുടെ ഡൈവേർട്ടർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ടോപ്പ് 210 സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിലാണ് നമ്മളെ ഷവർ കൊടുത്തിരിക്കുന്നത്. റെയിൻ ഷവർ ആണെങ്കിൽ റെയിൻ ഷവർ കൊടുക്കണമെങ്കിൽ അത്യാവശ്യം ഹൈറ്റിലേക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ അതുമാത്രമല്ല, ബാത്റൂം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 100 സെൻറ്റിമീറ്ററാണ് നമുക്ക് കുളിക്കാനുള്ള ഏരിയ എടുത്തിരിക്കുന്നത്. 100 സെൻറ്റിമീറ്റർ നമ്മൾ കുളിക്കാനുള്ള ഏരിയ വന്നിട്ട് ബാക്കിയുള്ള സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് നമുക്ക് ക്ലോസറ്റിൻ്റെ സെക്ഷൻ, പിന്നെ അതിൻ്റെ സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്ത് വാഷ് ബേസിൻ്റെ സെക്ഷനാണ് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഗ്യാപ്പ് എപ്പോഴും അവിടെ ഉണ്ടാവണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടൈൽ ഫിനിഷിങ്ങിനുള്ള ഗ്യാപ്പ്, ടൈൽ ഫിനിഷിങ് വേണ്ടിയിട്ട് അത്രയും ആഴത്തിലേക്ക് നമ്മൾ ഒന്നിലേക്ക് കുഴിച്ച് വെക്കണം. ഒരുപാട് നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലേറ്റ് കറക്റ്റ് ആവില്ല. അവസാനം നമ്മളതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് പ്ലേറ്റ് കറക്റ്റ് ആവാതെ വരും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഷവർ പ്രസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ ലിവർ കറക്റ്റ് ചെയ്യാതെ വരും. അപ്പോൾ കറക്റ്റ് കമ്പനി പറയുന്ന ലെവലിൽ തന്നെ നമ്മൾ ഉറപ്പിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അതായത് നമ്മൾ രാവിലെ, അതായത് നമ്മൾ സോളാർ വാട്ടർ ഹീറ്ററാണ് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്നതെങ്കിൽ രാവിലെയുള്ള ടൈമുകളിൽ നമുക്ക് ചൂടുവെള്ളം കിട്ടാറില്ല. അപ്പോൾ ചൂടുവെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം മാർഗ്ഗങ്ങൾ സ്വീകരിക്കാമെന്നും, അത് വളരെ സിമ്പിളായിട്ട് രാവിലെ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കാമെന്നും വാട്ടർ ഹീറ്ററിൽ നിന്ന് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.